ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പം കേട്ടോ. ഈവനിങ് സ്നാക്സ്, ഈവനിങ് ഒരു കടി ചക്കപ്പാണ്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ കൊടുക്കാം. ഇത് കഴിച്ചു നോക്ക്. ഇത് കഴിച്ചു നോക്ക്. ടേസ്റ്റി ആണോ? വെരി ടേസ്റ്റി. സൂപ്പറാ? ഇഷ്ടമായോ? വെരി ഗുഡ്. ഇവോ അടിപൊളിയാണോ? ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, എങ്ങനെ ഉണ്ടാക്കിയത്. ഇത് ഞങ്ങൾ നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോൾ ബാക്കി കുറച്ച് മാവ് വന്നു. അപ്പോൾ ആ മാവിൽ ഞങ്ങൾ ചക്കപ്പാക്കി ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ നൂൽപുട്ടിനെ കുഴച്ച പൊടി ബാക്കി വന്നത്. അപ്പോൾ ഒരുപാട് നൂൽപുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളിത് കുറച്ച് ചക്ക അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. അപ്പോൾ അതിലേക്ക് ഏലക്കായ പൊടിക്കാനാണ്. പഞ്ചസാരയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ ഏലക്കായ നല്ല നൈസായിട്ട് പൊടിഞ്ഞു കിട്ടും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ആ മാവിലേക്ക് ചേർക്കാം. ആ മാവിലേക്ക് പിന്നെ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ 2 കപ്പ് മാവാണ് എടുക്കുന്നത്. അതിൽ 1.5 കപ്പ് മാവ് ഇപ്പോൾ അതിൽ ഞാൻ വെള്ളം കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ടു. പിന്നെ 3 സ്പൂൺ പഞ്ചസാരയാണ്, അതിലാണ് ഏലക്കായ ഇട്ട് പൊടിച്ചത്. ആ പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. ഇനി അതിലേക്ക് 1 കപ്പ് നാളികേരം കൂടെ ആഡ് ചെയ്യാണ്. സാധാരണ എല്ലാവരും നാളികേരം പൂളി എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വാട്ടിയിട്ടാണ് ഈ അപ്പത്തിലേക്ക് ചേർക്കുന്നത്. ഇത്തവണ ഒരു ചേഞ്ചിനായിട്ട് അങ്ങനെ ചേർക്കുന്നില്ല. അതിന് പകരം നാളികേരം ചിരവിയത് മാത്രമേ ഞങ്ങൾ അപ്പത്തിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1 കപ്പ് നാളികേരം ചിരവിയത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടെ കുഴച്ചെടുക്കുകയാണ്. ഇപ്രാവശ്യം നാളികേരപ്പൂള് ചേർക്കുന്നില്ല. കുട്ടികൾക്കൊന്നും ഈ നാളികേരപ്പൂള് കടിക്കുന്നതിനോട് താല്പര്യക്കുറവാണ്. അപ്പം അവരൊന്നും കഴിക്കില്ല. അത് കാരണമാണ് അത് വേണ്ടാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. പക്ഷെ ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് ആ നെയ്യിൽ വറുത്തെടുത്ത നാളികേരം ആണ്. അതിൻ്റെ ഇടയിൽ കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാവുന്നത്. പക്ഷെ മക്കൾക്കൊന്നും താല്പര്യമില്ലാത്ത കാരണം നമ്മളത് ഒഴിവാക്കി, അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇത് അവർക്കും കൂടെ വേണ്ടിയാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ കഴിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു രസമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചക്ക ആഡ് ചെയ്തിട്ടില്ല. 1 കപ്പ് ചക്ക നമ്മളെന്താ പറയുക, വരട്ടി വെച്ചതെന്ന് പറയും. അപ്പോൾ ഇത് 1 വർഷം പഴക്കമുണ്ട് ഈ ചക്കയ്ക്ക്. ഇത് വരട്ടി ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യമാണത് ഉപയോഗിക്കാമെന്നിങ്ങനെ വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ അതിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അത് നെയ്യും ശർക്കരയും ഇട്ടിട്ടാണ് വരട്ടി വെച്ചത്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ഇനി വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഇത് വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പൊടി, നൈസ് പൊടി, അതായത് പത്തിരിപ്പൊടി, നൂൽപുട്ടിൻ്റെ പൊടി, ആ പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് പൊടി വേണം. അതിൽ 1.5 കപ്പാണ് ആദ്യം എടുത്തത്. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചു. അതെന്താന്ന് വെച്ചാൽ അതേപോലെ വെള്ളം കൂടുതലായിട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചക്കയും കൂടെ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് അതിൽ കുറച്ച് വെള്ളം പോലെ ആയി. അപ്പം ഞാൻ അതിലേക്ക് 1/2 കപ്പ് പൊടി മാറ്റി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഇതുള്ളത്, അപ്പത്തിൻ്റെ മാവുള്ളത്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളതുള്ളത്. ഇത് കുറച്ചും കൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല. അത് ആവി കയറുമ്പോൾ കട്ടിയായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇത് ഞങ്ങൾ ഇലയിലേക്ക് ഇനി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ഇല കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് തൊടിയിലേക്ക് ഇറങ്ങി വെട്ടിയെടുത്താൽ മതി. ഇല ഞങ്ങളിവിടെ ഓർഡർ ചെയ്തതാണ്. ഓർഡർ ചെയ്ത് നല്ല റേറ്റിലാണ് ഞങ്ങൾ 5 ഇല വാങ്ങിയത്. അതും സദ്യക്ക് ഇടാൻ പറ്റുന്ന പോലത്തെ ചെറിയ 5 ഇലകൾ, അതാണ് കിട്ടിയത്. അപ്പോൾ അതിൽ വെച്ച് ഞങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇല കീറിയെടുക്കാം. ഞങ്ങളിങ്ങനെ ഇല വാട്ടിയെടുത്തു ആദ്യം സ്റ്റൗവിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ആക്കിയെടുത്തു. അമ്മയാണ് കേട്ടോ എല്ലാം ചെയ്തത്. ഞാൻ വീഡിയോ പിടിക്കാൻ മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ
ഇതുപോലെ കീറിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി മാവ് കുറച്ച് കുറച്ച് ബോളായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് പിന്നെ ചെയ്തത്. മാവ് ഞങ്ങൾ അതിലേക്ക് ബോളായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി ഇത് മടക്കി എടുക്കണം. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനൊക്കെ തോന്നും. കാരണം അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇല കിട്ടും. ഇവിടെ ഇല കിട്ടാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഓർഡർ ചെയ്യാൻ തന്നെ കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇത് ഫോൾഡ് ചെയ്യണം, നമുക്കിത് മടക്കി എടുക്കണം. പിന്നെ ഇത് ചെറിയ ചെറിയ ബോളായിട്ട് വെക്കുന്ന കാരണം ഒരുപാടുണ്ടെന്ന് തോന്നുകയാണ്. ഇത് ഇല ചെറുതാണ്, എല്ലാത്തിലും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനനുസരിച്ച് ബോളാക്കി. ഇല കുറവാണ്, അപ്പം അതുകൊണ്ട് ചെറുതാക്കിയാണ് മുറിച്ചത്. ആ മുറിച്ചതിൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് വെക്കുന്നത്. ഇനി ഇത് അമ്മ തന്നെ ഫോൾഡ് ചെയ്തെടുത്തു. ഇങ്ങനെ അട പോലെ മടക്കി, ഇങ്ങനെയൊക്കെ മടക്കി ഞങ്ങൾ ഇത് ആവിക്ക് കയറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അമ്മേൻ്റെ ചെറിയൊരു ഷോട്ട് ഉണ്ടേ. അപ്പോൾ ഇത് അമ്മേനെ വീഡിയോയിൽ കണ്ടുവന്ന് പരിചയമുള്ളവരാരെങ്കിലും കാണുമ്പോൾ പറയരുത് കേട്ടോ. അമ്മ വീഡിയോ കാണാൻ ചാൻസ് കുറവാണ്. അമ്മ ബാക്കി എല്ലാവരുടെ വീഡിയോസും കാണും, പക്ഷെ എൻ്റെത് മാത്രം എടുത്ത് നോക്കി അങ്ങനെ കാണാറില്ല എന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഇട്ടതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ കാണിക്കും, പക്ഷെ താല്പര്യമല്ല. അപ്പം ആരും അത് പറയരുത്. അപ്പം അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ മകനും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തത്. ഞാൻ വെറും വീഡിയോ മാത്രമായിട്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി നമുക്കത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാനത് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. എൻ്റെ സ്റ്റീമിൻ്റെ പാത്രത്തിലേക്ക് വെച്ചു. അപ്പോൾ അങ്ങനെ തട്ടായിട്ട് വെച്ചു. ഇനി നമുക്കത് അടച്ച് വെച്ച് ആവി കൊള്ളിക്കാം. ഒരു 10 മിനിറ്റ് ഞങ്ങളത് ആവി കൊള്ളാൻ വെച്ചു. ഇനി നോക്കട്ടെ വെന്തോന്ന്. അപ്പോൾ ഒന്നെടുത്ത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് വെന്ത പോലെ തോന്നുന്നുണ്ട്. അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്, നല്ല ചൂടാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കൂ.